ഫാദർ ജിജി തോംസൺ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. എല്ലാ കാലത്തും പുരോഗമന പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുകയും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആളാണ് ഫാദർ ജിജി ജോൺസൺ. ഫാദർ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണ്. അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഈ അക്രമികൾക്കെതിരെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അക്രമികളെ തിരിച്ചറിയണം, അവരെ എതിർക്കാൻ നിൽക്കുന്നവർക്ക് പിന്തുണ നൽകണം എന്നുള്ളതാണ് ലത്തീൻ അതിരൂപത ബിഷപ്പ് പറഞ്ഞത്. വളരെ അധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, സെക്യുലറിസത്തിന് വലിയ ഭീഷണി ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മണ്ഡല പര്യടനം മുഖ്യമന്ത്രി ഇന്ന് ആരംഭിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ലത്തീൻ രൂപതയുടെ ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന രീതിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മണിപ്പൂർ ഉണ്ടായതായ പ്രശ്നങ്ങൾ അവിടെ ഇന്ന് എന്താണ് നടക്കുന്നതെന്ന് ഈ ലോകം ഒന്ന് ഉറ്റുനോക്കേണ്ടതായ ഒരു കാലഘട്ടമാണിത്. അവിടുന്ന് ഈസ്റ്റർ ദിനത്തിൽ പോലും അവിടെ അവർക്ക് പ്രവൃത്തി ദിനമായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ അവർ വളരെയധികം വേട്ടയാടപ്പെടുന്നതായ ഒരു കാലഘട്ടം. അതുപോലെ തന്നെ ഗുജറാത്ത് മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ഗുജറാത്ത് കലാപത്തില് നിറവേറോടുകൂടി നിന്ന് ഒരു മുസ്ലിം സ്ത്രീയുടെ വയറ്റിൽ ശൂലം കുത്തിക്കയറ്റി ജയ് ശ്രീറാം വിളിച്ചതായ കാപാലികന്മാര് ഭരിക്കുന്ന ഇന്ത്യയാണ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തുടച്ചു നീക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എം പിമാര് പാർലമെന്റിൽ വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തിനാ പറയുന്നത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലെ ഉണ്ട്. ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് നടന്നതായ ഒരു CSI പള്ളിയിൽ നടന്നതായ പ്രശ്നങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ കാണുന്നതും ഇത് തന്നെയാണ്. എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളോടുള്ളതായ ഈ വേറുകൃത്യം അത് കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെക്കണം. അതിന് ശക്തമായ CPIM-ന്റെ ഇടപെടലുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാകുന്നതായ ഇടപെടലുകൾ കാരണമാണ് ഇന്ന് ഞങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ വിഭാഗങ്ങൾക്ക് ഇവിടെ തലനൂന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്നത് കൊണ്ടാണ്. അതിന് തീർച്ചയായും നമ്മുടെ മുഖ്യമന്ത്രി ഈ മണ്ഡലം പര്യടനം നടത്തുമ്പോൾ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ഞങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകും. അത് ഉറപ്പിച്ചു പറയുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ കൊച്ചു കേരളം സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നത് ഈ ഗവൺമെന്റ് ഭരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ സ്വസ്ഥമായിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളതായ എല്ലാ വേവലാതികളും മാറ്റിവെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നതായ ഒരു കാലഘട്ടം മതന്യൂനപക്ഷങ്ങളിലേക്ക് കടന്നു വന്നത് ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണെന്നത് ശക്തമായ രീതിയിൽ പറയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഓരോ പ്രദേശങ്ങളിലും നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നതായ അടിമത്ത അവസ്ഥ, പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അടിമത്തത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതായ ഒരു വിഭാഗമാണ് ഇന്ത്യ ഭരിക്കുവാനായിട്ട് വരുന്നത് എന്നവരങ്ങ് ഉറപ്പിച്ചു പറയുകയാണ്. ഇനി ഞങ്ങൾ ഭരിക്കണമെന്നുണ്ടെങ്കിൽ പഴയ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുവാനായിട്ട് ഇടതുപക്ഷ MP-മാർ ഓരോരുത്തരും നമ്മൾ പാർലമെന്റിൽ അവരുടെ ശബ്ദം മുഴുകി കേൾക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഫാദർ ജിജി, നമുക്കറിയാം മണിപ്പൂരിലുണ്ടായ സംഭവങ്ങൾ, ഇത്രയും ക്രൂരമായി അടിച്ചമർത്തപ്പെട്ട് വേട്ടയാടപ്പെട്ട ഒരു വിഭാഗം. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം അവിടുത്തെ സർക്കാർ, ബൈരോൺ സിംഗ് സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനം എന്താ? ഈസ്റ്ററിൻ്റെ അന്ന് പ്രവൃത്തി ദിനമാക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയാണ്. ഞായറാഴ്ച ദിവസം പ്രവൃത്തി ദിനമാക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയാണ്. എന്തുമാത്രം ഒരു പ്രകോപനം സൃഷ്ടിക്കാനാണ് അവിടുത്തെ സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽ വളരെ സുരക്ഷിതരായി ന്യൂനപക്ഷങ്ങൾ കഴിയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത, ക്രൈസ്തവ മിഷണറിമാർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്നുണ്ടാകുന്ന ഇടതുപക്ഷ MP-മാർ മുഖാന്തരം മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ MP-മാർ ലോക്സഭയിലേക്ക് എത്തണം എന്നുള്ള ആവശ്യം മുഖ്യമന്ത്രി ആവർത്തിച്ച് തന്നെ പറയുന്നത്. അതെ 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 അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മണിപ്പൂരിലെ ഈസ്റ്റർ ദിനത്തിൽ പ്രവൃത്തി ദിനമാക്കിക്കൊണ്ട് ഈ കൊച്ചു ഭാരതത്തില് ഈ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുവാൻ നോക്കുന്നതായ ഒരു ഭരണകക്ഷിയാണ് അവിടെ ഉള്ളത്.
അത് മാറണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇടതുപക്ഷത്തിന്റെ എംപിമാർ പാർലമെന്റിൽ വന്നേ പറ്റുകയുള്ളൂ. അതിന് മെയിനായിട്ട് നമ്മുടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. പ്രത്യേകിച്ച് കേരളത്തില് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരൊറ്റ ജാതി, ഒരൊറ്റ മതം എന്ന കൺസെപ്റ്റിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഈ 20 എംപിമാരെയും കൊണ്ടുവരുവാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ കോൺഗ്രസ് എംപിമാര് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പോയല്ലോ, 18 എംപിമാർ അവിടെ പോയി എന്ത് ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക. ഇവരാരെങ്കിലും മണിപ്പൂരിൽ ഒന്ന് പോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇവിടുന്ന് ഇടത് എംപിമാരും അതുപോലെ ഇടത് സഹപ്രവർത്തകരും ഒക്കെ അവിടെ പോയി മണിപ്പൂരിലുള്ള ജനങ്ങളെ കണ്ട് അവരുടെ വേദന മനസ്സിലാക്കി ആ അവസ്ഥകൾ കേരളത്തിലുള്ള ജനങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ഇടത് എംപിമാർക്കും ഇടത് പ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ട്. ഒറ്റ ഒരു UDFന്റെ എംപിമാര് ആ മണിപ്പൂരിൽ പോവുകയോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ വേദന കണ്ടറിയുവാനായിട്ടോ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ളവര് പാർലമെന്റിൽ പോയിട്ട് എന്താണ് ചെയ്യുന്നത്? അതിന് ചെയ്തത് എന്താണെന്ന് UDFന്റെ KPCC പ്രസിഡന്റ് പറഞ്ഞു. അവരവിടെ കിളയ്ക്കാൻ പോവാണെന്ന് പറഞ്ഞു. ശരിയാണ്, അവരവിടെ കിളയ്ക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളതായ ആ ഒരു പ്രവർത്തനത്തെ അവർ യാതൊരു രീതിയിലും കാണാതെയും അല്ലെങ്കിൽ സഹകരിപ്പിക്കാതെയും പോയത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ഒരു കാരണവശാലും മതന്യൂനപക്ഷങ്ങൾ ഇടപെടുകയില്ല. കാരണം ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. കേരളത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. പക്ഷെ ഞാൻ 2003, 2004 കാലഘട്ടങ്ങളിൽ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ശുശ്രൂഷ ചെയ്ത സമയത്ത് എനിക്ക് വേദന ഉണ്ടായ ഒരു ഭാഗം കൂടി ഞാനിവിടെ പറയുകയാണ്. അന്ന് മഹാരാഷ്ട്രയിലെ ലാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ ബജറംഗ് ദളുകാർ വന്ന് ഞങ്ങളെ വളരെ ക്രൂരമായി മർദ്ദിച്ചതായ ഒരു അവസ്ഥ കൂടിയുണ്ട്. അന്ന് ഇവരാരും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് ഞങ്ങൾക്ക് സഹായം തന്നത് അവിടെയുള്ളതായിരുന്ന ഇടതുപക്ഷ അനുഭാവികളാണ് ഞങ്ങളെ ഒന്ന് സഹായിച്ചത്. അപ്പം ഇടതുപക്ഷത്തിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഇന്ന് ഈ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. നന്ദി ഫാദർ ജിജി, ഇത്രയും നേരം സംസാരിച്ചതിന്.